ചുമ്മാ ഇരുന്നേ? ചുരുമ്മതാ. ഇനി ഇവിടെ ഇവിടെ ഇത്ര ഉള്ളു ഉമ്മ. കെട്ടിപ്പിടിച്ചുമ്മ വന്നേ. ഇങ്ങനെ കെട്ടിപ്പിടിച്ചുമ്മ വരുന്നേ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൻ പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പൊടി, റവ, പാലിനകത്ത് നമ്മൾ പഞ്ചസാരയും കൂടെ ചേർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 2 സ്പൂൺ നെയ്യ്, ഒരു 3-4 സ്പൂൺ പഞ്ചസാര, 1 കപ്പ് തേങ്ങ. ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഗോതമ്പ് പൊടിക്കകത്ത് ഇതെല്ലാം ഒന്ന് കുഴച്ച് എടുക്കണം. അതിനുശേഷം നമുക്ക് എണ്ണയിലിട്ടാണ് ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഒരു അര കവർ എന്നൊക്കെ വേണേൽ പറയാം. ഇനി അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കണം. റവ, അതുപോലെ എടുത്തു വെച്ചിട്ടുള്ള 2 സ്പൂൺ നെയ്യ്. ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം നെയ്യ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 കപ്പ് തേങ്ങ. ഇത് കുഴച്ചെടുക്കേണ്ടത് പാലിനകത്താണ്. പാല് നമ്മൾ പഞ്ചസാരയും കൂടെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലാണ്. അപ്പോൾ അത് ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കണം. ഇതിൽ നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നേ ഇല്ല, പാലിലാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിതൊന്ന് കുഴച്ച് എടുക്കട്ടെ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ എടുക്കണം. ഇനി അപ്പോൾ ഈ പഞ്ചസാരയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് നല്ലപോലെ കുഴച്ചെടുക്കണം. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാം, പക്ഷെ എനിക്കിവിടെ അമ്മമാരാ കുട്ടികൾ, അതുകൊണ്ടാട്ടോ ഞാനിത് അമ്മമാർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. നല്ലപോലെ കുഴച്ചെടുക്കണം. ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ എന്തോ ഇത് അത് പറ. ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് നമ്മുടെ ഈ സ്പൂണില്ലേ, സ്പൂൺ വെച്ച് ഇങ്ങനൊന്ന് ആക്കി കൊടുക്കണം. ഇങ്ങനൊന്ന് ആക്കി കൊടുക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാർത്തെടുക്കണം. പൊരിച്ചെടുക്കണം.
തട്ടിലോട്ട് ഇട്ടാൽ മതി. വെള്ളം എണ്ണ കയറിക്കോളും. എണ്ണ ഇത്തിരി ഇഷ്ടപ്പെടണ്ട. ബംഗാളി പാത്രം കഴിയും. ചാച്ചൻ തന്നെ പറഞ്ഞു ചാച്ചൻ ബംഗാളിയാണ്. അല്ലേ ആച്ചാ? അല്ലേ ആച്ചാ? അപ്പൊ ഞാനിവിടെ ഉണ്ട്. ഞാൻ പാത്രം കഴിവാണ്. ഇവിടെയൊക്കെ എന്താണ് ഹെൽപ്പറാണ് ഞാൻ. ഞാനിവിടെ പാത്രം കഴിവാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി നമുക്കൊന്ന് വറുത്ത് പോയി എടുക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതുവാ അമ്മ സെറ്റ്. പക്ഷെ അമ്മ സെറ്റ് ആകുന്നല്ല, സെറ്റ് ആകും. അമ്മ സമാധാനപ്പെടും. വലിയ ഷെഫാ പറഞ്ഞു തന്നത് ഇടാനെന്ന്. അപ്പൊ പിന്നെ സെറ്റ് ആവും. അപ്പൊ കഴിയുന്നവരുടെ ഡ്യൂട്ടിയാ പെറുക്കി വെക്കാന്. ഞാൻ കഴിയാതെ ഞാൻ പെറുക്കി വെച്ചാണ്. ചാച്ചൻ കഴിയുമ്പോ ചാച്ചൻ പെറുക്കി വെക്കണം. ഓക്കെ. ഞാൻ കഴിവാറുണ്ട്. ചാച്ചോ ചാച്ചന് ഒരനുസരണയില്ല. വിളിച്ചാൽ കേൾക്കത്തില്ല. സത്യം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റം. അത് തീ കൂട്ടിയിട്ട് പൊടിച്ചെടുത്ത് ഞാൻ അത് കഴിഞ്ഞാൽ ഉത്തരവാദി അമ്മയാണ്. അമ്മ എളുപ്പം അങ്ങ് കുറച്ച്. ഒന്ന് ആയായിരുന്നെങ്കിൽ. അമ്മ മീനിടട്ടെ? ഞാൻ വെച്ച നല്ല നാടൻ മീൻകറിയാണ്. എന്തോ മീന ഇത്? എന്തുവാ? ആ അതൊക്കെ ചോദിക്കരുത്. ചാച്ച എന്തോ മീന? മങ്കയോ? ചോറുണ്ടോ? പാപ്പ ചോറുണ്ടോ? എന്തുവാ? ഇതില് വലിയ മീൻ എനിക്ക് ഇതാന്ന് തോന്നുന്നു. വലുതെനിക്ക്. ചെറുത് ചാച്ചൻ കഴിച്ചാൽ മതി. വലുത് ഞാൻ കഴിക്കാം. മാവേ ചോറുണ്ടോ? മുടിയോ? എന്തുവാ? ഇപ്പൊ നമ്മള് വെന്തത് ഇങ്ങ് കോരി എടുക്കുവാണ്. ഇട്ടിരുന്നാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് എല്ലാം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരാം. വേറെ ഒന്നും വേണ്ടല്ലോ നമുക്ക്. ഇവിടെ കണ്ടോ, ഉമ്മ മാത്രമേ ഉള്ളൂ.
കഴിച്ചു നോക്കിയേ. ഇവിടെ അത് പറയുന്നത് എന്തുവാ എന്താ ചെല്ലമ്മേ? അയ്യോ എനിക്ക് വന്നില്ല. ഇച്ചിരി ഇച്ചിരി അത് കഴിക്ക്. റോസ മേമല്ലേ ഇരിക്കാമയൊക്കെ തിന്നുന്നു. അതും കരയണം. പല്ലില്ലാത്ത രാധാമണി പിള്ള തിന്നുന്നു. കൈ വെച്ച് പൊളിക്കുവായോ? അതാണ് അമ്മ. ഇങ്ങനെയുണ്ടോ അഭിപ്രായം പറ. കുഴപ്പമില്ല, നല്ലതാ. പക്ഷെ അഭിപ്രായം പറയാൻ ഇതിനെപ്പറ്റി എന്തോന്ന് എനിക്ക് അറിഞ്ഞില്ല. വേറെ അതിനകത്ത് എന്തൊക്കെയാ ചേരുവകള്? മധുരമുണ്ടോ, ഉപ്പുണ്ടോ, പുളിയുണ്ടോ? മധുരമൊക്കെ ഉണ്ട്, ആ പുളിയില്ല. എന്താ ചെയ്യുന്നതെന്നുള്ള എനിക്ക് അറിയത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഇച്ചിരിയുടെ മധുരം വേണം. മധുരം കളവാ. ഇപ്പൊ പറഞ്ഞ എന്താ? പുളിയില്ല. ഇപ്പൊ എന്താ വന്നേ? ആദ്യമേ വെച്ചപ്പോ വേണ്ടായിരുന്നോ? ഞാൻ പലപ്പോഴും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കൊച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് തരുമ്പോൾ കുഞ്ഞ് ഇത്തിരി മധുരം കൂടെ ഇട്ടാ ഇത് നല്ലതായിരിക്കും എന്ന് നിങ്ങൾ അഭിപ്രായങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന്. നെക്സ്റ്റ് ടൈം നമ്മൾ അപ്പൊ അത് എന്നാലല്ലേ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ അതിന്റെ പോരായ്മകൾ കൊച്ചു മനസ്സിലാക്കത്തുള്ളൂ. ഇത് തരുന്നത് മേടിച്ച് നമ്മൾ തിന്നേച്ച് ഇതിനൊന്നും കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കുമ്പോഴേ അങ്ങനെയല്ലേ കൊച്ചു ഉണ്ടാക്കത്തുള്ളൂ. ഞാനിത് എന്തിനാ കഴിച്ചു നോക്കുന്നതെന്ന് അറിയാം. നിങ്ങൾക്ക് വെക്കുന്ന എല്ലാ സാധനങ്ങളും എങ്ങനെയാ നിങ്ങൾക്ക് തരുന്നത്, മധുരം ഉണ്ടോ അല്ല ഇത്തിരിയുടെ മധുരം ആവാവോ എന്നൊക്കെ നോക്കാനാണ് ഞാനും കഴിക്കുന്നത്. എനിക്ക് വേണേൽ കഴിക്കണമെന്നുണ്ടായിരുന്നു എനിക്ക് അല്ലേ? ഞാൻ അന്നേരം കഴിച്ചില്ല. നിങ്ങളെന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കുറ്റമായിട്ട് പറയാതെ മുള ഇത്തിരിയുടെ ഉണ്ടായിരുന്നേ കൊള്ളാമായിരുന്നു, അപ്പം ഇനി ഇത്തിരിയുടെ ടേസ്റ്റ് വരും, അല്ലെ ഇന്ന സാധനം കൂടെ ചേർത്താൽ ഇത്തിരിയുടെ ഒക്കെ ടേസ്റ്റ് വരുമെന്ന് നിങ്ങൾ പ്രായമുള്ളവരാ, അമ്മമ്മമാരല്ലേ, അപ്പോൾ പറഞ്ഞു കൊടുത്താൽ അത് നല്ലതാണെന്നാണ് ഞാൻ പറയുന്നത്. കുറ്റമായിട്ട് പറയരുത്. അന്നേരം കൊച്ചിന് അതിൽ വിഷമുണ്ട്. അത് പറയുന്ന രീതിയാണ്. നമുക്കൊരു കുറ്റം വേണേലും ഒരാളെ പറയാം. നമ്മള് ഞാൻ എങ്ങനെയാണെന്നറിയാവോ? രാധാമണിയമ്മ ഈ നീ ചിരിച്ചു കാണിച്ചു ചീത്ത വിളിക്കും. ഞാൻ ചിരിച്ചല്ലേ വിളിച്ചേ, പക്ഷെ അമ്മ ചിരിച്ചില്ലയോ? അപ്പൊ ഞാൻ ചീത്ത വിളിക്കേണ്ടത് വിളിക്കുകയും ചെയ്ത് ചിരിച്ചോ വിളിച്ചേ. ആ അപ്പൊ നമ്മള് പറയേണ്ട ഒരു രീതിയുണ്ട്. ഏതൊരു കാര്യമായിരുന്നാലും നമുക്ക് ആരുടെ അടുത്ത് വേണേലും അവതരിപ്പിക്കാം. നമുക്കിത് ഇന്നതാ ഊഞ്ഞ ഇത്തിരി മധുരം കൂടെ ഒക്കെ കൊള്ളാം. അമ്മ പറഞ്ഞു എന്നോട് പറഞ്ഞു കൊടുക്കണം. അമ്മമാരാ നിങ്ങളത് പറഞ്ഞു കൊടുക്കുമ്പോൾ അടുത്ത പ്രാവശ്യം അവർക്ക് അവൾക്കത് ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കി തരുമ്പോൾ കുറ്റം പറയാത്ത രീതിയിൽ അതിനുള്ള പോരായ്മകൾ. എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അല്ലേ നാരായണിയമ്മ? ഞാൻ പറഞ്ഞു ശരിയല്ലേ? കുറ്റമായിട്ട് പറയരുത്. ഇത്തിരി മധുരം കൂടെ ഉണ്ടായി കൊള്ളാറുന്നൊക്കെ പറയണം. പിള്ളേർ രണ്ടെണ്ണം ഉണ്ട്. ഞാൻ ഒഴിക്കാം. കുറച്ച് നീ ഒഴിച്ചോ, ബാക്കി അകത്തുള്ളതിനൊക്കെ ഞാൻ ഒഴിക്കാം. കളർ കണ്ണാടി, ജിത്ത് ജില്ലാടി കളർ കണ്ണാടി. ഇന്നലെ ഞാൻ മേടിച്ചപ്പോഴേ വഴക്കായിരുന്നു ഇതിന് അല്ലേ? ഇന്നലെ വഴക്കല്ലായിരുന്നോ? എന്തായിരുന്നോ? രാധാമണിയമ്മ ഒരു പാട്ട് കൂടെ പാടിക്കും. പുതിയ പാട്ടുമല്ല. പ്രിയ സഖിയേ പറയൂ പ്രിയമാനസനവിടേ ഹിമഗിരി ശൃംഗമേ
പറയൂ എൻ പ്രിയതമനവിടെ ഓ പ്രിയ സഖി ഗംഗേ അക്കരയോ ഒരു മായായവനികപ്പുറമോ മാനസകരത്തിൽ അക്കരയോ ഒരു മായായവനികപ്പുറമോ പ്രണയമന്ത്രമാ താമരമലരിൽ പ്രണയമന്ത്രമാ താമരമലരിൽ പ്രണയപരാഗവുമായി മയങ്ങുകയോ ഓ ഓ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയമാനസനവിടെ താരകൾ തൊഴുതു വരം വയ്ക്കുന്നൊരു ശ്രാവണവസന്തമേടയിലെ തിരുമുടി ചൂടിയ തിങ്കൾ കലയുടെ കതിരൊളി ഞാനിനി കാണുന്നില്ലേ ഓ ഓ ഓ പ്രിയ സഖി ഗംഗേ പറയൂ പ്രിയമാനസനവിടെ ഹിമഗിരി ശൃംഗമേ പറയൂ എൻ പ്രിയതമനവിടെ പ്രിയ സഖി ഗംഗേ ചെലമേമയ്ക്ക് പാട്ടൊന്നും അറിയത്തില്ലയോ? ഡാൻസ് അറിയാവോ? ചവിട്ടി പൊളിക്കുവോ? അതും ഒരു കലയായി. എന്തുവാ തുറന്നങ്ങോട്ട് വിട്ടപ്പോഴത്തേക്ക് ആ ചെടി മൊത്തം നശിപ്പിക്കുന്നു. ഓരോ ഇലയും താമ്പരയും കൊണ്ടേ ഇനി വന്നേ, ഇനി വന്നേ, ഓടിവാ ഓടിവായോ. കണ്ണാടി നല്ലപോലെ നോക്കി വെച്ചിരുന്നു. ആരിത്? കുഞ്ഞു കഴിച്ചോ? കൊച്ചാവോ? കൊച്ചിന് പോലും തിന്നാൻ പറ്റുന്നില്ല. കൊണ്ടുവാ. മോളെ കയ്യിലടിക്കുന്ന ഇച്ചിരി പെയിന്റ് അടിച്ചു നോക്കണം.